ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവർവിഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗമാണ്. നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് യൂറോപ്യന്മാർ വന്നിട്ടുണ്ട്. പിന്നീട് അവർ നമ്മുടെ ഇന്ത്യയെ സാമ്പത്തികപരമായും സാമൂഹികപരമായും അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിദേശ ശക്തികളാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയ വൈദേശിക ശക്തികൾ. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി. അദ്ദേഹം ഇവിടെ എത്തിയത് 1498 കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്താണ്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവാണ്. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബുക്കർക്ക് എന്നിവർ. പോർച്ചുഗീസുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച കോട്ടയാണ് ഒന്ന് തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ട, അതേപോലെ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആഞ്ചലോസ് കോട്ട. കണ്ണൂരുള്ള സെൻറ്റ് ആഞ്ചലോസ് കോട്ടയുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് കേരളവുമായുള്ള വാണിജ്യ ബന്ധങ്ങളുടെ കുത്തക അറബികൾക്കായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികളുടെ വാണിജ്യ മേധാവിത്വം നഷ്ടമാവുകയും യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവട കുത്തക കൈയടക്കുകയും ചെയ്തു. മേശ, കസേര, വരാന്ത, കുശിനി തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെയാണ്. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. PSC പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ ചവിട്ടുനാടകം പ്രചരിപ്പിച്ചതാര്? ഉത്തരം പോർച്ചുഗീസുകാർ. നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേട്ടുകേൾവിയുള്ള പേരാണ് കുഞ്ഞാലിമരക്കാർ. പോർച്ചുഗീസുകാർക്കെതിരായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരക്കാർമാരായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാക്കന്മാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർ. കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ എന്നിവരായിരുന്നു ഇതിൽ പ്രമുഖർ. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് പുതുപ്പട്ടണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ തലസ്ഥാനം. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്ന വിദേശ ശക്തിയാണ് ഡച്ചുകാർ. ഡച്ചുകാർ ലന്തക്കാർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഡച്ചുകാർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലന്തക്കാർ. ഒരിക്കലും മറക്കല്ലേ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണറാണ് വാൻ റീഡ്. ഗവർണറുടെ പേരെങ്ങനെയാണ്? വാൻ റീഡ്. വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വിശിഷ്ട ഗ്രന്ഥമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടുവരുന്ന 700-ലധികം സസ്യങ്ങളുടെ പേരും ഉപയോഗവും അവയെ തിരിച്ചറിയാനുള്ള മാർഗവും അവയുടെ ഔഷധ ഗുണങ്ങളും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിന് സംഭാവന ചെയ്തതാരാണ്? ഡച്ചുകാർ. PSC പരീക്ഷയിൽ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം. അടുത്തതായി ഇംഗ്ലീഷുകാർ. അതായത് പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നു. ഡച്ചുകാർക്ക് ശേഷം വന്നത് ഇംഗ്ലീഷുകാരായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. മദ്രാസ് അഥവാ ഇന്നത്തെ ചെന്നൈ, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്ന മറ്റു പ്രധാനപ്പെട്ട ശക്തിയാണ് ഫ്രഞ്ചുകാർ.
1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. മറക്കല്ലേ, 1664. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഒരിക്കലും ഇത് മറക്കാതിരിക്കുക. അടുത്തതായി നമുക്ക് എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് നോക്കാം. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ എന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. വെല്ലസ്ലി പ്രഭുവാണ് ഇത് ആവിഷ്കരിച്ചത്. ഇതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? സൈനിക സഹായ വ്യവസ്ഥയായി ചേരുന്ന നാട്ടുരാജ്യത്തെ കമ്പനി മറ്റു നാട്ടുരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. എന്നാൽ ഇങ്ങനെ അംഗമാകുന്ന രാജ്യം കമ്പനിക്ക് വർഷം തോറും വൻ തുക നൽകണമായിരുന്നു. കമ്പനിയുടെ ഒരു പ്രതിനിധി രാജഭരണത്തിൽ ഇടപെട്ടിരുന്നു. ഇങ്ങനെയുള്ള വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് കുറച്ച് യുദ്ധങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ വാണ്ടിവാഷ് യുദ്ധം 1760 വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ച് സേനയെ തുരത്തിയ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. അടുത്തത് ബക്സർ യുദ്ധം 1764. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും ബംഗാൾ നവാബായ മിർ കാസം, അവധിലെ നവാബ്, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സൈന്യങ്ങൾ മറുവശത്തുമായി പോരാടിയ യുദ്ധമാണ് ബക്സർ യുദ്ധം. മൺട്രോയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം സംയുക്ത സേനയെ പരാജയപ്പെടുത്തി. അടുത്തത് മറാത്ത യുദ്ധം. മറാത്ത യുദ്ധം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആവശ്യമില്ല, എങ്കിലും എന്താണെന്ന് നമുക്ക് നോക്കാം. കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746-48 കാലയളവിൽ ഉണ്ടായി. അവസാനിക്കാൻ കാരണമായ സന്ധി ആക്സല ചാപ്ലെ 1848 സന്ധിയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748-54. അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധി. 1754 പോണ്ടിച്ചേരി സന്ധി അനുസരിച്ചാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത്. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 64 വരെ നടന്നു. അവസാനിക്കാൻ കാരണമായ സന്ധി, അതായത് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് ഉടമ്പടി. ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി കർണാട്ടിക് പ്രദേശങ്ങൾ, അതായത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ. കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം പിടിച്ചെടുത്ത പ്രദേശം ബംഗാൾ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബാണ് സിറാജ് ഉദ് ദൗല. സിറാജ് ഉദ് ദൗലയെ പരാജയപ്പെടുത്താൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ച സൈന്യാധിപൻ ആണ് മിർ ജാഫർ. ബക്സർ യുദ്ധം നടന്ന വർഷം 1764. ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ സംയുക്ത സൈന്യത്തിലെ അംഗങ്ങളാണ് ഷാ ആലം രണ്ടാമൻ, അദ്ദേഹം മുഗൾ ചക്രവർത്തിയായിരുന്നു. ഷൂജാ ഉദ് ദൗല അവധിലെ നവാബായിരുന്നു. മിർ കാസിം മുൻ ബംഗാൾ നവാബ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യമാണ് മൈസൂർ. മൈസൂരിനെ പ്രബല ശക്തിയാക്കാൻ നേതൃത്വം കൊടുത്തത് ഹൈദരലിയും ടിപ്പു സുൽത്താനുമായിരുന്നു. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് മൈസൂർ യുദ്ധങ്ങൾ എന്നാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ.
ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ടിപ്പു സുൽത്താൻ മരണം വരിച്ച മൈസൂർ യുദ്ധം 4-ാം മൈസൂർ യുദ്ധം 1799 നടന്നു. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് കൂർഗും അതേപോലെ മലബാറും. ബ്രിട്ടീഷുകാർ കീഴടക്കിയ മറ്റു നാട്ടുരാജ്യങ്ങളാണ് മറാത്ത, സിന്ധ്, പഞ്ചാബ്, അവധ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. മറക്കല്ലേ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൗസി പ്രഭു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായ വർഷം 1857.